പ്രിയ സുഹൃത്തുക്കളെ, എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. കണ്ണൂർ സിറ്റി ഇപ്പോഴത്തെ അവസ്ഥ എന്നുള്ളത് രാവിലെ മോർണിംഗിന് ഒരു 8:30, അതായത് 8:30 10 മണിക്കും അവിടെ ഒരു ബ്ലോക്കാണ്. കാരണം ഒന്നാമത് ഇവിടെ സ്കൂളുകളുള്ള ഏരിയയാണ്. എല്ലാ ദിശയിൽ നിന്നും വരുന്ന വാഹനങ്ങളുണ്ട്. കാരണം രാവിലെ നമ്മൾ ഡ്യൂട്ടിക്ക് പോകുന്ന ആൾക്കാരുണ്ട്. പല ആൾക്കാർ പല മൈൻഡിലാണ് വാഹനങ്ങൾ എടുത്ത് പോകുന്നത്. അപ്പോൾ അവിടെ ഇന്നത്തെ ഇതിലെന്ന് പറഞ്ഞാൽ ഒരു പോലീസുകാർ രാവിലെ ഉണ്ടാവും, വൈകിട്ടുണ്ടാവും. ഈ ഒരു അവസ്ഥയിൽ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു പുതിയ എന്തെങ്കിലും ഒരു ട്രാഫിക്കിന്റെ ഒരു പരിഷ്കരണങ്ങൾ, സിറ്റി പോലീസ് ആയിക്കോട്ടെ, ട്രാഫിക് പോലീസ് സ്റ്റേഷൻ എന്നുള്ള ട്രാഫിക് പോലീസിന്റെ എന്തെങ്കിലും ഭാഗത്തു നിന്നുള്ള ഒരു പുതിയൊരു പരിഷ്കരണങ്ങൾ നമ്മളെ സിറ്റിക്ക് കൊണ്ടുവരണം. കാരണം ഇതിന്റെ വീഡിയോ ഞാൻ നിങ്ങൾ ഷെയർ ചെയ്യും, അതിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഈ രാവിലെ ഈ സമയങ്ങളിൽ കൂടുതലായിട്ട് വാഹനങ്ങൾ പല രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒന്നാമത് നമ്മളെ കുട്ടികൾ, ബസ് ഇറങ്ങിയിട്ട് വരുന്ന കുട്ടികൾ ക്രോസ് ചെയ്യാൻ പോലും ചില ആൾക്ക് സമയമില്ല. അവിടെ ഒരു സീബ്ര ക്രോസ് ലൈൻ ഉണ്ട്. സീബ്ര ക്രോസ് ലൈൻ ഉണ്ടായിട്ട് കാര്യമില്ല. ഇന്നത്തെ നമ്മളെ ജനങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്നും വകവെക്കുന്നില്ല. എന്ത് റൂൾസും നമ്മൾ പാലിക്കാത്ത വിധത്തിലാണ് നമ്മളെ ജനങ്ങൾ പോകുന്നത്, പൊതുജനങ്ങൾ. അപ്പോൾ അത് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഓരോരാളെ മൈൻഡ് പോലെയാണ് ഓരോരാളെ വർക്കിംഗ്. അതായത് നമ്മളെ വണ്ടി എടുത്ത് പോകുന്നത് ഓരോരാൾ ഓരോ രീതിയിലാണ്. ഇപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, അവിടെ ഇന്നത്തെ അവസ്ഥ വളരെ ദയനീയമാണ്. കാരണം രാവിലെ ഒരു സമയത്ത് ഒരു 10-10:30 വരെ, 10 മണി വരെ, അതായത് സ്കൂൾ ടൈം 10, സ്റ്റാർട്ടിങ് ടൈം 10 മണിയാണ് ഡേ സ്റ്റോപ്പിൻ്റെത്. ആ 10 മണി വരെ ഈ ഒരു അവസ്ഥയിൽ പോകുമ്പോൾ ഒരൊറ്റ പോലീസുകാരനൊന്നും ചെയ്യാൻ കഴിയില്ല. സാധാരണ നമ്മളെപ്പോലത്തെ ഓട്ടോക്കാർ നിന്നിട്ടാണ് അത് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കല്. കാരണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ആൾക്കാർ ഒന്ന് ആനയിടുക്കിലേക്ക് പോകുന്ന റോട്ടിലേക്ക്, അതായത് സിറ്റിന്ന് ആനയിടുക്ക് താണ റോട്ടിലേക്ക് പോകുന്നത് ചില ആള് തിരിച്ചു കയറ്റുന്നുണ്ടാവും, ചില ആൾ ഇടതുഭാഗം പിടിക്കുന്നുണ്ടാവും, മറ്റേ താണക്കുന്ന് ആ സിറ്റിയിലേക്ക് വരുന്ന വാഹനങ്ങൾ ലെഫ്റ്റ് പൊസിഷനിലേക്ക് കയറുന്നുണ്ടാവും. ചില ആള് ട്രാഫിക് റൂൾസ് അറിഞ്ഞിട്ടും ആ രീതിയിൽ പോകുന്നില്ല. അതാണ് മെയിൻ പ്രശ്നം. നമ്മളെ നാടിന്റെ അവസ്ഥ എന്നുള്ളത്, നമ്മുടെ റോഡിന്റെ അവസ്ഥ നമ്മളെ ജനങ്ങൾ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. നമ്മളെ ജനങ്ങൾ ഏതെല്ലാം ഒരു രീതിയിൽ വണ്ടി ഓടിച്ചു കഴിഞ്ഞാല് ബ്ലോക്ക് ഉണ്ടാവും. അത് മെയിൻ. പിന്നെ ഒന്നെന്ന് പറഞ്ഞാല് എനിക്ക് നിങ്ങളോട്, അതായത് നിയമാധികാരികളോട് പറയാനുള്ളത് പറഞ്ഞാൽ, ആടെ എന്തെങ്കിലും ഒരു സജ്ജീകരണം നിങ്ങൾ കൊടുക്കുക. കാരണം ഈ ഒരു രീതിയിൽ ഇനി പോയിക്കൊണ്ട് നിന്നാല് നമ്മൾ കുട്ടികളാണ്, പല ആൾക്കാർ പല രീതിയിലാണ് വാഹനങ്ങൾ ഡ്രൈവ് ചെയ്ത് പോകുന്നത്. ഞാനിപ്പോ ആ വീഡിയോയിൽ നിങ്ങളെന്നാ കാണും ഓരോരോ ആൾക്കാരുടെ ഡ്രൈവിങ്ങും കാര്യങ്ങളും. ചെറിയ സമയമുള്ള വീഡിയോ. അപ്പോൾ ഇതിനെതിരെ നിങ്ങൾ, അതായത് കണ്ണൂർ ട്രാഫിക്കിൽ അല്ലെങ്കിൽ കണ്ണൂർ സിറ്റി പരിസരത്തുള്ള പോലീസുകാർ എന്തെങ്കിലും ഒരു കാര്യം നടപ്പിലാക്കണം. അത് നിങ്ങളെ ഐഡിയപരമായിട്ട് നിങ്ങളെ അനുയോജ്യമായിട്ടുള്ള കാര്യങ്ങൾ നടപ്പിലാക്കുക. സിഗ്നലായിട്ട് നോക്കുക, അല്ല വേറെ എന്തെങ്കിലും രീതിയിലായിട്ട് നോക്കുക. ഞാൻ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, ഇവിടെ നമ്മുടെ രാവിലെ ഏകദേശം ഈ സമയത്ത് സ്കൂൾ കുട്ടികളുടെ സമയമാണ്. അല്ലെങ്കിൽ രാവിലെ 8 മണി മുതൽ 10 മണി വരെ ഫുള്ള് റഷായിട്ടായിരിക്കും. കാരണം ഇവിടെ ഒന്നാമത് നല്ല ബ്ലോക്ക് ആകുന്ന സമയമാണ് ഈ ടൈം. അതേപോലെയാണ് വൈകിട്ട് സമയങ്ങൾ. ഇതിന് നല്ലതാകുന്നൊരു ട്രാഫിക്കിൻ്റെ സജ്ജീകരണം ഇവിടെ ഉണ്ട്. സാധാരണ ബ്ലോക്ക് കംപ്ലീറ്റ് ബ്ലോക്ക് ആയിക്കൊണ്ടിരിക്കും. 4 റോഡുണ്ട്. താണയിൽ നിന്ന് വരുന്ന റോഡുണ്ട്, പിന്നെ നമ്മുടെ താഴത്തൊരു റോഡുണ്ട്, പിന്നെ നമ്മളെ സിറ്റി നീർച്ചാൽ റോഡുണ്ട്, പിന്നെ നമ്മളെ കണ്ണൂരേക്ക് പോകുന്ന റോഡുണ്ട്, കണ്ണൂർ ഹോസ്പിറ്റൽ റോഡ്. 4 റോഡുകളോട് കൂടി ഒരു വ്യവസായമാണ് സിറ്റി. ഇപ്പോൾ ഇവിടുത്തെ അവസ്ഥ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം അത്രയും ഇതായിട്ടുള്ളത്.